പിള്ള എന്ന് കേട്ടാൽ എന്റെ തള്ളേ എന്ന് വിളിച്ചു പോകുന്ന അവസ്ഥയിലാണിപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ. കേൾവി പോലുമില്ലാത്ത 8 രോഗങ്ങളുമായി ഫോൺ ചെയ്ത പിള്ള ആദ്യം സർക്കാരിനെ തോൽപ്പിച്ചു. തൊട്ടു പിന്നാലെ കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണറായ വെടിപ്പിള്ള സർക്കാരിനെ തോൽപ്പിച്ചു. ഒരു തോക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കലിയിളകിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഭൂമിയിലേക്ക് വെടിവെച്ചപ്പോൾ ആകാശത്താണത്രേ കൊണ്ടത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ വെടിപ്പിള്ളയെ ഏതെങ്കിലും അമ്പലത്തിൽ വഴിപാട് വെടിക്കാരൻ ആക്കാവുന്നതാണ്. കൃഷ്ണവിലാസം ഭഗീരഥൻ പിള്ള, വലിയ വെടിനാല് ചെറിയ വെടിനാല്. ആളില്ലാത്ത കറുത്തൊരു തോക്ക് കിട്ടിയിട്ടുണ്ട്. അവസാനം തോക്കുകളാന്ന് പറയരുത്, കറുത്ത തോക്ക. അതെ, ഇന്നെങ്ങാനും പൊട്ടിക്കോ, ഇത് വെക്കാനാ. എന്റെ കോൺസെൻട്രേഷൻ പോണു, ഒച്ച വെക്കല്ലേ. അല്ല, വെടി മാറി എന്റെ നെഞ്ചത്ത് കൊണ്ടാ, ഒച്ച വെക്കാമോ? അവസാനമായി സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പൊളിറ്റിക്സിന് അയച്ചു തന്ന ഒരു പരസ്യം കൂടി. നിയമസഭയിലെ ഉദ്യോഗസ്ഥ ഗ്യാലറിയിലിരുന്ന് ഒരു മന്ത്രിയുടെ സ്റ്റാഫ് അംഗം മുൻമന്ത്രി മതമില്ലാത്ത ജീവനെ അംഗവിക്ഷേപം കാട്ടി കളിയാക്കിയെന്ന് ആരോപിച്ച് നിയമസഭ 40 മിനിറ്റ് സ്തംഭിച്ചു. നിയമസഭയിൽ നടക്കുന്നതൊക്കെ കണ്ട് നാട്ടിൽ വോട്ടർമാർ കാട്ടുന്ന അംഗവിക്ഷേപങ്ങളും പറയുന്ന കമന്റുകളുമൊക്കെ നിയമസഭാ അംഗങ്ങൾ അറിയാത്തത് ഭാഗ്യമായി. അറിഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ ജയിലിൽ അടക്കേണ്ടി വരും എന്ന് ബഹുമാനപ്പെട്ട അംഗങ്ങളെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. എംഎൽഎയും എംപിയും അല്ലാത്തതിനാൽ ആരെങ്കിലും അംഗവിക്ഷേപത്തോടെയോ അല്ലാതെയോ കളിയാക്കിയാലും ഇല്ലെങ്കിലും പൊട്ടിത്തെറിക്കാതെയും പൊട്ടിക്കരയാതെയും ആരെയും കളിയാക്കാത്ത പൊളിറ്റിക്സുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ലാവ്ലിൻ, സലാം.